ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും A to Z ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, എല്ലാവരും കുറേ ആളുകൾ കമൻറ്റിലൊക്കെ ചോദിച്ചിരുന്നു, അതുപോലെ മെസ്സേജ് അയച്ചൊക്കെ ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് കേരള PSCൻ്റെ പുതിയൊരു വിജ്ഞാപനം വന്നിട്ടുണ്ട്. കേരള പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് പുതിയൊരു വിജ്ഞാപനം വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് വീഡിയോ സെപ്പറേറ്റ് ആയി ഇടാത്തതെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ മുമ്പ് ഇട്ടിരുന്നു, ഇതിന് 38 പുതിയ വിജ്ഞാപനങ്ങളുമായി PSC പുതിയ ഒരു വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ട്. 38 വിവിധ തസ്തികകളിലായിട്ടാണ് വിജ്ഞാപനം വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിരുന്നു കേരള പോലീസ് കോൺസ്റ്റബിൾ എന്ന തസ്തികയിലേക്ക് വിജ്ഞാപനം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എന്തെല്ലാമാണ്. ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, ഇത് ജനറൽ കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ജോബ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ജോബ് ഒഴിവുകൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ല, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രം ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇതിൻ്റെ 10/4/2019 ആ ഒരു വിജ്ഞാപനത്തിലാണ് കേരള പോലീസ് കോൺസ്റ്റബിൾ എന്ന തസ്തികയിലേക്ക് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കാറ്റഗറി നമ്പർ 41/2019 ആണ് കാറ്റഗറി നമ്പർ. ഇത് NCA നോട്ടിഫിക്കേഷൻ ആണ്. NCA നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആകെ ഒരു വേക്കൻസി ഉള്ളത് ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്സ് ടു ക്രിസ്ത്യാനിറ്റി, SCCC എന്ന് പറയുന്ന NCA നോട്ടിഫിക്കേഷൻ ആകുന്നത് കൊണ്ടാണ്. അത് സെപ്പറേറ്റ് വീഡിയോ ഒന്നിടാഞ്ഞ് ആകെ ഒരു വേക്കൻസി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് പോലീസ് ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിങ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഈ ഒരു തസ്തികയിൽ PSC വിളിച്ചിരിക്കുന്നത്. അപ്പോൾ 10,450 to 18,300 ഇതിലേക്ക് വരുന്ന സാലറി. ഇതിലേക്ക് ക്വാളിഫിക്കേഷനൊക്കെ 10ാം ക്ലാസ് ഉണ്ടായിരുന്നാൽ മതി. അപ്പോൾ ഏജ് ലിമിറ്റ് 18 to 29 വയസ്സ് വരെയാണ് ഇതിലേക്ക് ഏജ് ലിമിറ്റ്. അതുപോലെ തന്നെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ഹൈറ്റ് 167 സെൻറ്റിമീറ്ററും ചെസ്റ്റ് 81 to 86 സെൻറ്റിമീറ്റർ, 81 സെൻറ്റിമീറ്റർ പ്ലസ് 5 സെൻറ്റിമീറ്റർ വികസിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അതുപോലെ വിഷ്വൽ സ്റ്റാൻഡേർഡൊക്കെ നോർമൽ ആയുള്ളവർക്ക് അപേക്ഷിക്കാം. അപ്പോൾ ഇത് അപേക്ഷിക്കാൻ കഴിയുന്നത് ജനറൽ കാറ്റഗറിക്കൊന്നും പറ്റില്ല. NCAയിൽ തന്നെ പുതിയ ആ ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്സ് ടു ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഏകദേശം 38 തസ്തികകളിലേക്ക് 37ഓളം തസ്തികയിലേക്ക് വിജ്ഞാപനം വന്നിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും അപ്ലൈ ചെയ്യാൻ കഴിയുന്നെങ്കിൽ തീർച്ചയായും അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ജൂലൈ മാസത്തെ എക്സാമിൻ്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് 22 ഈ മാസം 22/4/2019 മുതൽ 11 വരെ മാത്രമേ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. പല ആളുകളും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് കൺഫർമേഷൻ കൊടുത്തിട്ടില്ലെന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ച് എക്സാമിന് അപ്ലൈ ചെയ്തിട്ട് കൺഫർമേഷൻ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ എക്സാം എഴുതാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ജൂലൈ മാസത്തിൽ ഏതെങ്കിലും എക്സാം നിങ്ങൾ എഴുതുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. കൺഫർമേഷൻ എന്ന് പറയുന്ന ടാബ് ഉണ്ട്. ആ ടാബ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും അറിയാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേറ്റ്സുകളും ന്യൂസുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഞാൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കൊണ്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.